പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി പൂർണ്ണമായി തിരികെ ലഭിച്ചിരിക്കുകയാണ്. ഈ വാർത്ത ഇതേ തുടർന്ന് ഉമ അറിയിക്കുകയാണ്. കാവ്യയെ മാത്രവുമല്ല, കാവ്യയ്ക്ക് കൃഷ്ണയെ കാണണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആഗ്രഹം മനസ്സിലുണ്ട് എങ്കിലും ഉമ്മയുടെ മുന്നിൽ തോൽക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഞാൻ വരുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. കാവ്യ മാത്രവുമല്ല, ഉമ്മ അവിടെയില്ലേ, എല്ലാ കാര്യങ്ങൾ നോക്കാനുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ഉമ, എങ്കിൽ ഈ താലിമാല ഞാൻ കൃഷ്ണയെ കൊണ്ട് എൻ്റെ കഴുത്തിൽ അണിയിച്ചോട്ടെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു കാവ്യ. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയക്കുകയാണ് കാവ്യ ഇതേ തുടർന്ന്. എന്നാലും താനെടുത്ത സ്റ്റാൻഡിൽ നിന്ന് തിരികെ പോകുന്നതിനായി കാവ്യ തയ്യാറാകുന്നുമില്ല. ഇതേ സമയം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയുമായി ഭരതും അതുപോലെ തന്നെ സിദ്ധുവും മുന്നോട്ട് പോയിരിക്കുകയാണ്. കാഴ്ചശേഷി തിരികെ ലഭിച്ചു കഴിഞ്ഞു കൃഷ്ണയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇനി കൃഷ്ണയെ ഭയക്കണം. കൃഷ്ണ തിരികെ എത്തുമ്പോൾ വൻ വഴിത്തിരിവുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. കമ്പനിയിലെ ഭരണം കൃഷ്ണ പൂർണ്ണമായും ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് സിദ്ധു പറഞ്ഞതിനെ തുടർന്ന് ഇനി സിദ്ധുവേട്ടനെ വീട്ടിൽ നിർത്താൻ അയാൾ സമ്മതിക്കുമോ എന്നുള്ള കാര്യവും സംശയത്തിലാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് എന്തായാലും ഇനി കാര്യങ്ങൾ നേരിട്ട് കണ്ട് തീരുമാനിക്കാം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ. മാത്രവുമല്ല, കൃഷ്ണയെ തറപറ്റിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണം എന്നുമുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവാണ് നമ്മുടെ ജയമോഹിനിയെ ഞെട്ടിച്ചുകൊണ്ട് കാവ്യ എടുക്കുന്നത്. ജയമോഹിനിയെ ചെന്ന് കാണുന്ന കാവ്യ കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് നീ വീണ്ടും കൃഷ്ണയെ കാണുന്നതിനായി പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ജയമോഹിനി ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അതിന് തയ്യാറായിട്ടില്ല എന്നും കൃഷ്ണയ്ക്ക് മാറ്റമുണ്ടായി എന്നുള്ള കാര്യം തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് കാവ്യ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അവിടേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തോൽവി സമ്മതിക്കുകയും ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ജയമോഹിനി കാഴ്ചശേഷി തിരികെ ലഭിച്ച് കൃഷ്ണ തിരികെ ഇങ്ങോട്ട് വരുമ്പോൾ നീ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വീണ്ടും അവൻ്റെ കൂടെ പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഉമ്മയോട് അവൻ കാണിച്ച കാര്യങ്ങളും നിന്നോട് കാണിച്ച പാർഷ്യാലിറ്റിയുമെല്ലാം മറക്കാൻ നിനക്ക് സാധിക്കുമോ? ഈ കാര്യം ചോദിച്ചതിനെ തുടർന്ന് എന്ത് മറുപടി പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ് കാവ്യ നിൽക്കുന്നത്. ഒന്നും മിണ്ടാതെ ഇതേ തുടർന്ന് കാവ്യ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാവ്യ. മാത്രവുമല്ല, കൃഷ്ണയോട് ക്ഷമിക്കണമോ എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് കൃഷ്ണ കണ്ണു തുറക്കുമ്പോൾ കാവ്യ ഉണ്ടാകണം എന്ന് കൃഷ്ണ മണിക്കുട്ടിയോട് പറയുന്നത്. എന്നാൽ കാവ്യ ഇല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് കൃഷ്ണ തിരിച്ചറിയുന്നുവെങ്കിലും കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവാണ് കണ്ണു തുറക്കുമ്പോൾ സംഭവിക്കുന്നത്. കൃഷ്ണയുടെ മുന്നിലേക്ക് ഫോണിലൂടെ തൻ്റെയും അതുപോലെ തന്നെ രാധികയുടെയും വിവാഹത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ജയദേവൻ. ഈ ഫോട്ടോ കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ്ണ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നോക്കി നിന്നതിനെ തുടർന്ന് കൃഷ്ണയുടെ മുന്നിലേക്ക് ലക്ഷ്മി കടന്നു വരുന്നു. നീ കാരണമാണ് എൻ്റെ കുടുംബം നശിച്ചത് എന്നും അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം മണിക്കുട്ടി പറഞ്ഞ് അറിഞ്ഞപ്പോൾ നിന്നെ ഒന്ന് വന്ന് കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതായി പറയുകയും ചെയ്യുന്നു.
നിനക്ക് കാഴ്ചശക്തി തിരികെ ലഭിക്കണം. എന്നിട്ട് വേണം ഞങ്ങൾ അനുഭവിച്ചതെല്ലാം നീയും നേരിട്ട് കണ്ട് അനുഭവിക്കാൻ. എന്നാൽ മാത്രമാണ് ഞങ്ങൾക്കും മാനസികമായി ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ലക്ഷ്മി. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന മണിക്കുട്ടിയോട് നിന്റെ അമ്മയുടെ കാര്യങ്ങൾ നീയും അറിഞ്ഞിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. മണിക്കുട്ടിയോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമാണ് ഉള്ളത് മണിക്കുട്ടി. ഇനി നിന്റെ വീട്ടിലല്ല ഞങ്ങളുടെ വീട്ടിലാണ് വളരേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ജയദേവനും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും മണിക്കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, നിനക്ക് എതിരെയുള്ള പ്രതികാരം തുടങ്ങുകയായി എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ്ണ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൃഷ്ണ പകച്ച് പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഉമയുടെ കൂടെ തിരികെ വീട്ടിലേക്ക് കൃഷ്ണ എത്തുന്നു. കൃഷ്ണ എത്തിയതിനെ തുടർന്ന് കാവ്യയ്ക്ക് കൃഷ്ണയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും ഉണ്ടായ പ്രശ്നങ്ങൾ ഓർമ്മയിലേക്ക് വന്നതിനെ തുടർന്ന് കാവ്യ ഒഴിഞ്ഞു മാറിക്കൊണ്ടു പോകാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇതേ തുടർന്ന് കൃഷ്ണ കാവ്യയെ ചെന്ന് കാണുകയാണ്. എനിക്ക് കാഴ്ചശേഷി തിരികെ ലഭിച്ചു എന്നുള്ള കാര്യം കൃഷ്ണ പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ, നിങ്ങൾ ഈ കാര്യമെല്ലാം ഉമ്മയോടാണ് പറയേണ്ടത് എന്നും ഉമ്മയ്ക്ക് ഈ കാര്യം കേട്ടാൽ വളരെയധികം സന്തോഷമാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് കൃഷ്ണയ്ക്ക്. ഇതേ തുടർന്ന് അവിടേക്ക് വരുന്ന ഭരത് ഓഫീസിലെ കാര്യങ്ങളിൽ കൃഷ്ണ ഇടപെടാൻ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ, നിനക്കുള്ള തിരിച്ചടി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും ഉടൻ തന്നെ നിനക്കുള്ളത് തരാമെന്ന് വ്യക്തമാക്കുകയും ഓഫീസിലേക്ക് ഞാൻ വരുന്നത് തടയാൻ നിനക്ക് സാധിക്കുമെങ്കിൽ തടഞ്ഞു കാണിക്കടാ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് കൃഷ്ണ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.